ആറ്റിങ്ങലിൽ വാക്ക് തർക്കത്തിനും കയ്യാങ്കളിക്കും പിന്നാലെ യുവാക്കൾ കിണറ്റിൽ വീണു. മരണാനന്തര ചടങ്ങ് നടന്ന വീട്ടിലായിരുന്നു ഇങ്ങനെ ഒരു അത്യാഹിതമുണ്ടായത്. മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ കിണറിന് സമീപം ഇരുന്ന് സംസാരിക്കുകയും പിന്നീട് വാക്ക് തർക്കം ഉണ്ടാവുകയുമായിരുന്നു. 3 പേരാണ് കിണറ്റിൽ വീണത്. ഇന്ദുലേഖയുണ്ട്. രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസുകാരോ ഫയർഫോഴ്സോ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ തർക്കത്തിനിടയിൽ എങ്ങനെയാണ് 3 ഈ കിണറ്റിൽ വീണത്? ഇവർക്ക് പരിക്കുണ്ടോ? എന്താണ് അവസ്ഥ? രതീഷ്, ആറ്റിങ്ങൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പിൻവശത്തുള്ള വീടാണിത്. അവിടെ ഇന്നൊരു മരണാനന്തര ചടങ്ങ് നടക്കുകയായിരുന്നു. അവിടേക്ക് എത്തിയതായിരുന്നു ഈ 5 യുവാക്കൾ. അതിൽ അവരെല്ലാവരും തന്നെ മദ്യലഹരിയിലായിരുന്നു. ഇവർ ആ കിണറ്റിന്റെ കരയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പിന്നീട് ആ സംസാരം ഒരു വാക്തർക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ ഇതിൽ 3 പേര് കിണറ്റിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഓടിക്കൂടിയ ആളുകൾ അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി. പക്ഷേ മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീട് ആറ്റിങ്ങൽ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അവരാണ് മറ്റു 2 പേരെ പുറത്തേക്ക് എത്തിച്ചത്. ഏകദേശം 50 അടിയോളം താഴ്ചയുള്ള കിണറാണ്. അതിനുള്ളിൽ 6 അടിയോളം തന്നെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വെള്ളമായിരുന്നെങ്കിൽ കൂടി അതിൻ്റെ ഒരു സൈഡിൽ പാറയുണ്ട്. അതുകൊണ്ട് തന്നെ ദേഹത്തെ ഇടിച്ച് നന്നായി ചതവ് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ്, ആറ്റിങ്ങലിലാണ് ഈ സംഭവം. 3 പേർ കിണറ്റിൽ വീണു. ഒരാൾ നാട്ടുകാർ രക്ഷിച്ചു. മറ്റു 2 പേരെ പിന്നീട് ഫയർഫോഴ്സ് എത്തി ഉയർത്തിയെടുക്കുന്നതാണ് ദൃശ്യം. പ്രാഥമികമായി വലിയ പരിക്കുകളില്ല എന്ന് തോന്നുന്നു. അതേസമയം മറ്റേതിന് പരിക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.